നമുക്ക് നിധിയുടെ സുധീഷിന്റെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് നിധി ഒരു കാര്യം തീരുമാനിച്ചു. ഇനി സുധീഷുമായിട്ട് ഒന്നിച്ചു പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് വാങ്ങണം. അത് നിധി സുധീഷിനോട് പറയുന്നുണ്ട്. സുധീഷിന് വല്ലാത്തൊരു ഷോക്കായി. സുധീഷ് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല ഇങ്ങനെ നിധിയുടെ വായിൽ നിന്നൊരു കാര്യം കേൾക്കുന്ന. സുധീഷിന് താല്പര്യം ഇല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ നിധി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഈ വീട്ടില്, അറിയാലോ. ഇനിയിപ്പം ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. വെറുതെ എന്തിനാ സുധീഷിന്റെ ജീവിതം കൂടെ ഞാനായിട്ട് ഇല്ലാതാക്കുന്നേ? സുധീഷിന്റെ കല്യാണം കഴിഞ്ഞ് സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ എന്റെ ഈ വിവാഹം അതൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഡിവോഴ്സ് വാങ്ങിക്കുന്ന രണ്ടുപേർക്കും നല്ലതെന്ന് പറഞ്ഞു. സുധീഷിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. സുധീഷ് വല്ലാതെ അസ്വസ്ഥനായിപ്പോയി. ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യങ്ങളല്ലല്ലോ. കുറച്ചു നാളത്തേക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഡിവോഴ്സിന്റെ കാര്യങ്ങളൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ പെട്ടെന്ന് നിധി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റിയില്ല. നിധി ഓഫീസിൽ പോയി നിധിയുടെ ജോലികൾ മുഴുങ്ങുന്ന സമയത്ത് നിധിയുടെ മനസ്സിൽ സുധീഷിനെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് വാങ്ങണം. ഡിവോഴ്സ് വാങ്ങാതെ ആ വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഇനിയും മുമ്പത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. ഭാര്യ എന്ന അധികാരം വെച്ചിട്ട് തന്റെ അടുത്തേക്ക് വരും. അല്ലെങ്കിലും ഭാര്യ എന്നുള്ള അധികാരം ഇതിനു മുമ്പ് പ്രയോഗിച്ചു കഴിഞ്ഞപ്പോഴത്തേനുമാണ് താൻ എതിർത്തത്. താലി വരെ ഉരു കൊടുത്തിട്ടുണ്ടായിരുന്നു നിധി. നിധിക്ക് സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സുധീഷിന്റെ ചില പ്രവൃത്തികൾ. അപ്പൊ നിധിയുടെ വിചാരം ഭാര്യ എന്നുള്ള അധികാരമാണ് കാണിച്ചുകൊണ്ടിരിക്കണേ. അപ്പൊ അതങ്ങോട്ട് ഇല്ലാതാക്കുവാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, ആ വീട്ടിൽ നിൽക്കുന്നതിനും പ്രശ്നമില്ലല്ലോ, തനിക്ക് അവിടെ ഒരു പ്രശ്നമില്ലാതെ തുടരാം എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു നിധിയുടെ മനസ്സിൽ. പക്ഷേങ്കില് സുധീഷിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടാ. സുധീഷിന് ടെൻഷൻ കണ്ടു കഴിഞ്ഞപ്പം ഹരീഷും അവരൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തുപറ്റി, എന്താ ഏതാന്നൊക്കെ ചോദിക്കുകയാണ്. ഒടുവിലാണ് സുധീഷ് കാര്യം പറയണേ. ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഡിവോഴ്സിന്റെ കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞെന്ന്. സുഭാഷ് പറഞ്ഞു, അല്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും? കാരണം ഡിവോഴ്സ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിധി ഈ വീട്ടിൽ നിന്ന് പോവും. നികേഷ് പറഞ്ഞു, ഒരു കാരണവശാലും ഡിവോഴ്സ് നടക്കാൻ പാടില്ല. നിധി അടുത്ത് ഈ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാനോ, ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ സംസാരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവില് നീതിയോട് അവർ സംസാരിക്കാന്ന് ഒരു തീരുമാനത്തിലെത്തുക. ഒരു പക്ഷെ അവർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സുഭാഷൊക്കെ പറഞ്ഞു കഴിയുവാണെങ്കിൽ നിധി അനുസരിച്ചാലോ എന്നൊരു ചിന്ത. ഹരീഷും ജോലിക്ക് പോകുന്നുണ്ട്. പക്ഷെ ഹരീഷ് ജോലിക്ക് പോയാലും ഹരീഷിനും തന്റെ വർക്കിൽ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം നിധിയടുത്ത് വീട്ടിൽ നിന്ന് പോകും. ഇപ്പൊ ഉള്ളത് കൊണ്ടാണ് വലിയ കുഴപ്പമില്ലാതെ ആ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ. കുറച്ച് കഴിയുമ്പോൾ നീതു വരുന്നുണ്ട് കാണാനായിട്ട്. അങ്ങനെ നീതുമായിട്ട് സംസാരിക്കണ സമയത്ത് നീതു ചോദിക്കുന്നുണ്ട്, എന്താ എന്തു പറ്റി എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്ക് ഹരീഷ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. പിന്നീട് സുധീഷും നിധിയും തമ്മിലുള്ള പ്രശ്നത്തെക്കുറിച്ചൊക്കെ പറയണം. അവര് സ്നേഹിച്ച് കല്യാണം കഴിച്ചവരല്ലേ. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത്ര കാര്യമാക്കേണ്ട എടുക്കേണ്ടതൊന്നുമില്ല. അതിന് ഡിവോഴ്സിന് പോകേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നീതുവിന് അറിയില്ലല്ലോ അവര് ശരിക്കും എങ്ങനെയാ വിവാഹം കഴിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ. ഹരീഷിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്താണ് ഹരീഷിനെ നീതുവിനെ കൂടെ ഒരുമിച്ച് വർക്ക്ഷോപ്പിൽ വെച്ചിട്ട് നീതുവിന്റെ സഹോദരൻ കാണുന്നേ. അവനല്ലോടെ ബൈക്കിന് പോകുന്ന സമയത്ത് നീതു ഹരീഷും കൂടെ സംസാരിച്ചിരിക്കുന്നുണ്ടോ. അവന് സഹിച്ചില്ല. അവന് വീട്ടിലേക്ക് പാഞ്ഞു എന്നിട്ട് വീട് ചെന്ന് അവന്റെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട്. മോളെ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുക, മോള് കണ്ടവന്റെ കൂടെ കറങ്ങി നടക്കുക, വല്ല ഓർമ്മയുണ്ടോ നീക്കുക, വല്ല ചിന്തയുണ്ടോ മോളെ കുറിച്ച്, കല്യാണപ്രായമായ പെണ്ണ, അവൾ അവളുടെ തോന്നിയാസം നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ ചീത്ത പറഞ്ഞു. അപ്പോഴേക്കും നീതുവിന്റെ അച്ഛൻ പറഞ്ഞു, അവളതിനെ എന്ത് ചെയ്തെന്നോ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് കണ്ടു. അവൾ ആ വർക്ക്ഷോപ്പിൽ കയറിയിരിക്കുന്നേ, അവനുമായിട്ട് കൊഞ്ചിക്കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നേ, നാട്ടുകാരെ കൊണ്ട് അതും പറയിപ്പിക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ നീതു വീട്ടിലേക്ക് വരുന്നേ. നീതു വന്നു കഴിഞ്ഞപ്പോഴത്തേനും നീതുവിനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ട് വഴക്കുണ്ടാക്കുവാണ്. എടി നാണമില്ലാത്തവളെ, നീ എന്ത് കണ്ടിട്ടാടി അവിടെ പോയിരിക്കുന്നേ, ഇത്രയെങ്കിലും നിനക്ക് നാണം ഉണ്ടോ എന്ന് ചോദിച്ച് അടിക്കാൻ ചെന്ന് നീതുവിനെ. നീതു വിട്ടുകൊടുത്തില്ല. നീതു പറയുന്നു, ഈ പറയുന്ന നിങ്ങൾക്കൊക്കെ എന്ത് യോഗ്യതയുണ്ട്? ഹരീഷേട്ടൻ നല്ല അന്തസ്സായിട്ട് തന്നെയാ ജീവിക്കുന്നത്, വർക്ക്ഷോപ്പിൽ നല്ല ജോലിയുണ്ട്, എന്നെ തല്ലാൻ വരുന്ന നിനക്ക് വല്ല ജോലിയും കൂലിയും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചോണ്ട് ആങ്ങളെന്നെ എടുത്തിട്ട് കൊടയാണ് നീതു. വിട്ടുകൊടുത്തില്ല. അപ്പോഴേക്കും നീതുവിന്റെ അമ്മ വന്നിട്ട് പറഞ്ഞു, എടി കുടുംബത്തിന് അന്തസ്വാഭിമാനം കളയാനായിട്ട് ഒരു നല്ല ഒരുത്തനാണ് കുഴപ്പമില്ല, നല്ലൊരു വീടും കുടുംബമൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല. ഓഹോ, അപ്പൊ അതാണ് കുഴപ്പം, വീടും കുടുംബമൊന്നും ഇല്ലാത്ത. അതെ, ഞാൻ നോക്കിയിട്ട് ഈ വീടിനേക്കാളും എനിക്കിഷ്ടപ്പെട്ട ആ വീടാന്നൊക്കെ പറഞ്ഞു. അതേടി, അതങ്ങനെയല്ലേ വരുള്ളൂ, നിന്റെ ഇഷ്ടം ഞാൻ കാണിച്ചു തരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീതുവിന്റെ അമ്മ ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും നീതുവിന്റെ അച്ഛൻ വന്നിട്ട് പറഞ്ഞു, ഒരിക്കലും നടക്കില്ലേ ബന്ധം. നീതു എതിർത്തു. എനിക്ക് ഹരീഷേട്ടനെ ഇഷ്ടം. അതിന് ഈ അടുത്ത കാലത്താ ഹരീഷേട്ടനോട് ഞാൻ ഇഷ്ടം തുറന്നു പറഞ്ഞേ. ഹരീഷേട്ടൻ എന്നോട് താല്പര്യം പോലും ഇല്ലായിരുന്നു. ഒരു വിധത്തിലാണ് ഞാൻ
ഹരീഷ് ഏട്ടനെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഹരീഷ് ഏട്ടനുമായിട്ട് ഒന്ന് സെറ്റായിരിക്കുന്നത്. ഇനി എങ്ങാനും അതിനകത്ത് എന്തേലും പണി ഒപ്പിച്ചുകൊണ്ടുണ്ടല്ലോ ഞാൻ എന്ത് ചെയ്യുന്ന എനിക്കറിയാന്നൊക്കെ പറഞ്ഞ് നീതു ഭീഷണിപ്പെടുത്തുക. കാരണം ഹരീഷിന് ഇത്രയും നാൾ നീതുവിനോട് താല്പര്യമില്ലായിരുന്നു. ഇപ്പോഴാണ് ഈ അടുത്ത കാലത്താണൊന്ന് ഇഷ്ടമൊന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹരീഷ് ഇട്ടിട്ട് പോവാന്നൊരു പേടി നീതുവിന്റെ മനസ്സിലുണ്ടായിരുന്നു. ആ സമയത്ത് സുധീഷിനെ വിളിച്ചിട്ട് നിധി പറയുന്നുണ്ട്, അതെ വൈകുന്നേരം വക്കീൽ ഓഫീസിലേക്ക് വരണം, ഞാൻ അവ കാത്തിരിക്കാന്ന് പറഞ്ഞു. അതറിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷൻ സുധീഷ് ഹരീഷിന്റെ അടുത്തൊന്ന് പരാതി പറയുന്നുണ്ട്. എടാ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അവൾ വക്കീൽ ഓഫീസിലേക്ക് ചെല്ലാനാ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിന്റെ പേരിൽ ഹരീഷ് പറഞ്ഞു, സുധീഷ് ഏട്ടൻ ധൈര്യമായിട്ട് പോയിക്കോ, അങ്ങനെയൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, ഞങ്ങളൊക്കെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷേ സുധീഷിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ സമയത്ത് ഭാസ്കരന്റെ വീട്ടിലേക്ക് നീതുവിന്റെ സഹോദരനും കുറെ കൂട്ടുകാരും കൂടെ വരുന്നുണ്ട്. അപ്പം ഹരീഷിനെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് വരുന്നത്. പക്ഷെ ഹരീഷ് ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് അവമരിച്ചു. എന്തിയെ നിങ്ങളുടെ മകൻ എന്തിയെന്നൊക്കെ ചോദിക്കുകയാണ്. അവനെ കാണണമെങ്കിൽ ഇവിടെ വന്നിട്ട് കാര്യമില്ല, വർക്ക്ഷോപ്പിൽ പോയിട്ടേ കാര്യമുള്ളൂ. മക്കളെ വളർത്തണം, ഇങ്ങനെയല്ല വളർത്തുന്നത്, നേരാൻ വേണം വളർത്തണം എന്നൊക്കെ പറഞ്ഞു ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കി. ആ സമയത്താണ് സുധീഷ് വീട്ടിലേക്ക് വരുന്നത്. സുഭാഷും വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ സുധീഷ് ചോദിച്ചു എന്താ കാര്യം എന്താന്നൊക്കെ തിരക്കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, എന്റെ പെങ്ങളുടെ പിന്നാലെ അത് നടക്കുക, നാണമില്ലാത്തവന്, അവന് കയറി കിടക്കാണ്ട് നല്ലൊരു വീടുണ്ടോ അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോ സുധീഷ് പറഞ്ഞു, മര്യാദയ്ക്ക് സംസാരിക്കണം, വീട്ടിൽ കയറുമെന്ന് അനാവശ്യം പറയരുത്. ഭാസ്കരനും അത് തന്നെ പറഞ്ഞു. അപ്പോഴേക്കും ഭാസ്കരനോട് ദേഷ്യപ്പെടുവാണ്. അതൊക്കെ പറയാൻ താനാരോടോ, മക്കൾക്ക് ഒരു നല്ല ജോലിയോ കാര്യങ്ങളോ ഒന്നുമില്ല, എന്നിട്ടും അഴിച്ചു വിട്ടിരിക്കുക. ഭാസ്കരൻ പറഞ്ഞു, വീട്ടിൽ കയറുമെന്ന് അനാവശ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ വിടില്ല എന്ന് പറഞ്ഞു. ഒന്നും രണ്ടും പറഞ്ഞു ഒച്ചപ്പാടും ബഹളമായി. ഒടുവില് സുധീഷിനെ അടിക്കാനായിട്ട് നീതുവിന്റെ സഹോദരൻ വരുവാണ്. സുധീഷ് വിട്ടുകൊടുക്കുവോ, പിന്നെ പൊരിഞ്ഞ അടിയായിരുന്നു അവിടെ. ഒടുവില് നീതുവിന്റെ സഹോദരന് കൂട്ടുകാർക്ക് ഓടേണ്ടതായിട്ട് വന്നു. അവിടെ നിൽക്കാൻ പറ്റിയില്ല. എങ്ങനെ നിൽക്കാനാ? ഭാസ്കരന് ദേഷ്യം വരുന്നു. കാരണം വീട്ടിൽ വന്ന് കിടന്ന് അനാവശ്യം പറഞ്ഞിട്ട് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഒടുവിൽ നീതുവിന്റെ സഹോദരൻ പറഞ്ഞു, ഒരു കാരണവശാലും അവന് കെട്ടിച്ചു കൊടുക്കുമല്ലോ എന്റെ പെങ്ങളെ, അതിന് വെച്ചിരിക്കുന്ന വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചേക്കാൻ പറ എന്നൊക്കെ പറഞ്ഞ് കുറെ ചീത്ത പറഞ്ഞിട്ട് പോവാണ്. നല്ല ദേഷ്യം വരുന്നു സുധീഷിന്. പിന്നീട് സുഭാഷ് വന്നിട്ട് പറഞ്ഞു, സുധീഷെ വൈകുന്നേരം ഹരീഷ് വന്നു കഴിയുമ്പോൾ ഈ കാര്യങ്ങളൊന്നും പറയണ്ട, വെറുതെ എന്തിനൊരു പ്രശ്നം ഉണ്ടാക്കുന്നത്, അവനിത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവൻ ഇതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കും, വെറുതെ നമ്മളായിട്ട് എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പോകുന്നേ, ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ തന്നെ നിധി വീണ്ടും സുധീഷിനെ വിളിച്ചിട്ട് വരാനായിട്ട് പറയണം. അങ്ങനെ ഒടുവില് സുധീഷ് വക്കീൽ ഓഫീസിലേക്ക് ചെല്ലുന്നുണ്ട്. വക്കീൽ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നിധി അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ അവര് രണ്ടുപേരും കൂടെ വക്കീലിനെ കാണാനായിട്ട് കയറി. ഇത്തവണ ഒരു മാഡത്തിന്റെ മുന്നിലേക്ക് രണ്ടുപേരും കൂടെ ചെല്ലുന്നേ. അങ്ങനെ ചെന്ന് അതായത് രണ്ടുപേർക്കും ഡിവോഴ്സ് വേണമെന്നുള്ള കാര്യത്തെ കൂടെ സംസാരിക്കുക. അപ്പോഴേക്കും വക്കീൽ പറഞ്ഞു, ഡിവോഴ്സ് വേണമെന്ന് ജോയിന്റ് പെറ്റീഷൻ ഒപ്പിട്ട് തന്നിട്ടും കാര്യമൊന്നുമില്ല, ചിലപ്പം ഇനിയിപ്പോൾ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഡിവോഴ്സ് വേണ്ടതെന്ന്, അതിനൊക്കെ ശേഷം ഡിവോഴ്സ് കിട്ടത്തുള്ളൂ, പെട്ടെന്ന് നാളെ ഇങ്ങോട്ട് കിട്ടത്തൊന്നുമില്ല എന്ന് പറഞ്ഞു. നിധി പറഞ്ഞു, അതൊക്കെ അറിയാം, എന്നാലും ഡിവോഴ്സ് കിട്ടിയേ മതിയാവുള്ളൂ. അപ്പൊ വക്കീല് കാര്യങ്ങൾ തിരക്കുന്നുണ്ട് നിധിയോട്, എന്താ ഏതാന്നൊക്കെ. സുധീഷിനോട് കുറച്ച് സമയം പുറത്തിരിക്കാൻ പറഞ്ഞിട്ടാണ് നിധിയോട് കാര്യങ്ങൾ തിരക്കുന്നത്. അപ്പൊ നിധി പറഞ്ഞു, എനിക്ക് താല്പര്യമില്ല ജീവിക്കാനായിട്ട് കൂടെ. കാരണം എന്താന്ന് ചോദിച്ചു. വഴക്കുണ്ടോ അടിയുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചു. അതൊന്നുമില്ല, വേറെ ചില കാരണങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് വക്കീലെ എനിക്കതുകൊണ്ട് ജീവിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നീട് സുധീഷിനെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ സുധീഷ് പറഞ്ഞു, എനിക്ക് അവളോട് ഒപ്പം ജീവിക്കാനാ താല്പര്യം, എനിക്ക് ബന്ധം വേർപിരിയാനായിട്ട് താല്പര്യമില്ല, എനിക്ക് അവളോടൊപ്പം ജീവിക്കണം. സുധീഷ് തന്റെ മനസ്സ് തുറന്നു. പക്ഷെ കാരണം എന്താ ഏതാണെന്നും സുധീഷും അതിനോട് പറയാൻ പോയില്ല. നിധി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും പറഞ്ഞേക്കരുതെന്ന്, അതുകൊണ്ട് സുധീഷും പറയാൻ പോയില്ല. പക്ഷെ സുധീഷിന് നിധിയുമായിട്ട് ബന്ധം വേർപിരിയാൻ താല്പര്യമില്ലെന്നുള്ള കാര്യം വക്കീലിനെ മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെ അവര് വീട്ടിലേക്ക് തിരിച്ചു പോന്നു. വൈകുന്നേരം ഹരീഷ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം ആരും ഈ കാര്യത്തെക്കുറിച്ച് പറയില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹരീഷിനോട്. നീതുവിന്റെ സഹോദരൻ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കിയ കാര്യങ്ങളൊക്കെ. പക്ഷേ എങ്കില് വീട്ടിൽ വന്ന് കയറി ഇത്തിരി സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഭാസ്കരൻ ആ കാര്യങ്ങൾ പറയണം. എടാ, പ്രേമിക്കുവാണെങ്കിലും മര്യാദയ്ക്ക് പ്രേമിക്കണം എന്തേ എന്നും പറഞ്ഞുകൊണ്ട് പെണ്ണിന്റെ വീട്ടുകാർ ഇവിടെ വന്ന് ഒച്ചപ്പാടും ബേളും എല്ലാം ഉണ്ടാക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് കുറെ പറഞ്ഞു ഭാസ്കരന്. അപ്പോഴാണ് ഹരീഷിന്റെ കാര്യം മനസ്സിലാകുന്നത്. ഹരീഷ് സുഭാഷിനെ ചോദ്യം ചെയ്യുന്നുണ്ട്, എന്താ സുഭാഷ് ചേട്ടാ സംഭവിച്ചെന്നൊക്കെ. ഉടനെ സുഭാഷിന് സത്യങ്ങളൊക്കെ പറയേണ്ടി വന്നു. ഹരീഷിന് ദേഷ്യമായി. ഹരീഷ് പറഞ്ഞു, അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, ഇപ്പൊ തന്നെ പോയി ചോദിച്ചിട്ട് കാര്യമുള്ളൂ. സുധീഷ് പറഞ്ഞു, ഞാനും കൂടെ വരാന്ന് പറഞ്ഞു. ഒടുവിലെ സുഭാഷ് എല്ലാത്തിനെ
ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. വെറുതെ പോയി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. ഒരു പെണ്ണിന്റെ ഭാവി പോവും. വെറുതെ എന്തിനാ അവന്മാരിവിടെ ഒന്ന് അങ്ങനെ കാണിച്ചു, അത് തിരിച്ച് നമ്മൾ കാണിക്കാൻ പോകണ്ടെന്നൊക്കെ പറഞ്ഞ് ഉപദേശമൊന്നും നേരെയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇല്ല, സുധീഷിനും അതുപോലെ തന്നെ ഹരീഷിനും നല്ല ദേഷ്യമായിരുന്നു. ഒടുവിൽ ഹരീഷ് നീതുവിനെ വിളിച്ച് കുറെ ചീത്തയൊക്കെ പറയുന്നുണ്ട്. നിന്റെ സഹോദരൻ ഇവിടെ വന്ന് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയിരിക്കുന്നു. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഇതൊന്നും ശരിയാവത്തില്ല, നമ്മൾ രണ്ടും ചേരത്തില്ലെന്ന്. എന്നിട്ടോ നീ എല്ലാം പറഞ്ഞ് ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടല്ലേടി. എന്നിട്ട് ഇപ്പൊ ആണ്ടെ നിന്റെ വീട്ടുകാർ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇനി എന്നെ കാണാൻ വന്നേക്കരുത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ ചീത്ത പറയുന്നുണ്ട്. നീത് പറഞ്ഞു അതൊന്നും ഹരീഷേട്ടൻ മൈൻഡ് ചെയ്യണ്ട. എന്റെ വീട്ടുകാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് എന്റെ സഹോദരൻ വന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് ഞാൻ അറിയാതെ സംഭവിച്ച. പക്ഷെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ കുറെ ചീത്തയൊക്കെ പറഞ്ഞായിരുന്നു. അതിന്റെ പേരില് ഞാൻ വേണേ സോറി ചോദിക്കാൻ, വീട്ടിൽ വന്ന് വേണമെങ്കിൽ എല്ലാവരോടും സോറി ചോദിക്കാന്നൊക്കെ പറഞ്ഞ് നീ ഇത് കരയുവാണ്. നീതിന് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്താണെങ്കിലും അതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ഹരീഷിന് തോന്നി അവൾക്ക് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല. അല്ലെങ്കിലും അവളുടെ സഹോദരൻ വന്ന് വെല്ലുവിളിച്ചാൽ അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊരു ചിന്ത അവന്റെ മനസ്സിലുണ്ടാകുന്നുണ്ട്. ഈ സമയം സുധീഷിന്റെ ഉറക്കം നഷ്ടപ്പെട്ടു. ഡിവോഴ്സും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ, ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായിരിക്കും? ഒടുവിൽ സുഭാഷൊക്കെ നിധിയോട് സംസാരിക്കുകയാണ്. നിധി പറഞ്ഞു എനിക്ക് ഡിവോഴ്സ് കിട്ടിയാൽ മാത്രമേ വീട്ടിൽ നിൽക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ എനിക്ക് ഈ വീട് വിട്ട് പോകേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും നിധി അവിടെ പിടിച്ചു നിർത്താൻ തന്നെ തീരുമാനിക്കുകയാണ്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.